യാക്കൂബിന്റെ ലേഖന പഠനം 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പഠന പരമ്പര വളരെ ദീർഘിപ്പിക്കാതെ ഷോർട്ട് വീഡിയോ ആയിട്ട് കൊടുത്താൽ കേൾവിക്കാർക്ക് ഏറെ പ്രയോജനപ്രദമാകും എന്ന് പലരും അറിയിച്ചിട്ടുള്ളതുകൊണ്ട് 10 മിനിറ്റിന് അപ്പുറത്ത് പോകാത്ത പഠന പരമ്പരയായിട്ടാണ് ഓരോ വീഡിയോയും നൽകുന്നത്. ഈ 11ാമത്തെ എപ്പിസോഡിൽ 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് പ്രതിപാദിക്കുന്ന ന്യായവിധിയുടെ ചതുർവിധ വശങ്ങൾ അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 1ാമത്തെ ഭാഗം എന്ന നിലയിൽ മോഹത്തെക്കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ 10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. വാസ്തവത്തില് ഈ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് യാക്കോബ് പറയുന്നു. മോഹം ഏതെല്ലാം നിലയിൽ നമ്മെ വശീകരിക്കുന്നു എന്നുള്ളത് ആ ചെറിയ പാഠത്തിൽ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് പഠിക്കാൻ പോകുന്നത് 13ഉം 14ഉം വാക്യങ്ങളാണ്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. കഴിഞ്ഞ പാഠം നമ്മൾ പഠിച്ചു, God never tempt any believer, but he tests them. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, എന്നാൽ പരിശോധിക്കുന്നു. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. 14ാം ഭാഗത്തിൽ പറയുകയാണ്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ടിട്ടാകുന്നു എന്ന് ഇവിടെ യാക്കോബ് പറയുകയാണ്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തേത് വഞ്ചന അല്ലെങ്കിൽ ചതിവ് എന്നുള്ളതാണ്. 14ാമത്തെ വാക്യം. വാസ്തവത്തില് ഈ പരീക്ഷകൾ നമ്മുടെ അടുക്കൽ വരുന്നത് ഒരു ചതിവിന്റെ രൂപത്തിലാണ്. അത് ചതിവാണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാവുകയില്ല, പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ഓരോരുത്തരും സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ടിട്ട് അത്രേ പരീക്ഷയിലാകപ്പെടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. വേട്ടക്കാരൻ ഒരു കാട്ടുമൃഗത്തെ വേട്ടയാടുന്നതിനു വേണ്ടി കുരുക്കുണ്ടാക്കി വെക്കുമ്പോൾ ആ കുരുക്കിൽ ഏതെങ്കിലും അതിനിഷ്ടമുള്ള ഒരു തീറ്റ വസ്തു വയ്ക്കും. അതുപോലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഒരു ചൂണ്ടക്കാരൻ ചൂണ്ടയുടെ അറ്റത്ത് ഒരു ഇരയെ കൊളുത്തിയിരിക്കും. കാരണം യാതൊരു മൃഗവും തനിക്ക് ഭക്ഷിക്കാൻ ഇല്ലാത്ത ഒരു സാധനത്തിൽ ചെന്ന് മനഃപൂർവ്വമായി തൊട്ടിട്ട് ആ കുരുക്കിൽ അകപ്പെടാതില്ല. ഞാൻ കണ്ടിട്ടുണ്ട് കാട്ടുപന്നിയെയും മറ്റും വേട്ടയാടുന്ന ആളുകൾ അതിനിഷ്ടമുള്ള വസ്തുക്കൾ കുരുക്കുണ്ടാക്കി വെച്ചിട്ട് ആ കുരുക്കിനകത്ത് ഇടും. പന്നി വന്ന് പതുക്കെ അത് തിന്നും. കുരുക്ക് ഉടക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കയറോട് അല്ലെങ്കിൽ ചങ്ങലയോട് ബന്ധപ്പെട്ടാണ് അതിനിഷ്ടഭോജ്യമാകുന്ന വസ്തു ഘടിപ്പിച്ചിട്ടുള്ളത്. അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുരുക്ക് അതിന്റെ കഴുത്തിൽ വീഴുകയും അത് കെണിയിൽ അകപ്പെടുകയും ചെയ്യും. അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ ആകർഷ്ടനായിട്ടാണ് ഈ പന്നി വരുന്നതും അത് തിന്നുന്നതും. അതുപോലെ ഒരു മത്സ്യവും ഇരയില്ലാത്തൊരു ചൂണ്ട വെറുതെ വെള്ളത്തിലെറിഞ്ഞാൽ അതിൽ കയറി കൊത്തുകയില്ല, അതിൽ കുടുങ്ങുകയുമില്ല. ആഴക്കടലിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ പെരുത്ത മീനെയൊക്കെ പിടിക്കും. മീനിന്റെ വലിപ്പം മനസ്സിലുള്ള ഇരയെ ആ ചൂണ്ടയിൽ കൊടുത്തു, എന്നിട്ടാണ് ദൂരവേ എറിയുന്നത്. ആ ഇരയെ തിന്നാനാണ് മോഹപരവശയായി അല്ലെങ്കിൽ പരവശനായി ഈ മത്സ്യം വരുന്നത്. അത് ഇരയെ ഭക്ഷിക്കുന്നു. അപ്പോൾ തന്നെ മറഞ്ഞിരിക്കുന്ന ചൂണ്ട അതിന്റെ ചെകിളയിൽ ഒടുക്കുകയും ചെയ്യുന്നു. ഒരു കാട്ടുമൃഗത്തെ ഹണ്ട് ചെയ്യുന്നതും മീനിനെ കടലിൽ നിന്ന് പിടിക്കുന്നതും രണ്ടും ഒളിച്ചു വച്ചിരിക്കുന്ന കുടുക്കുകൾ കൊണ്ടാണ്. പരീക്ഷയും അങ്ങനെയാണ്. നമുക്ക് നേരെ വരുന്ന പരീക്ഷകൾ നൈസർഗികമാകുന്ന നമ്മുടെ സ്വഭാവത്തെ ഉണർത്തുന്ന ഏതെങ്കിലും ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മെ സമീപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന വഞ്ചന അല്ലെങ്കിൽ ചതിവ് എന്താണെന്ന്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ അതിലേക്ക് എത്തി നോക്കാതെ ബാഹ്യതലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആകർഷകമാകുന്ന വിഷയത്തിലേക്ക് മാത്രം നാം ആകർഷിക്കപ്പെടുകയും അതിന്റെ വശീകരണത്തിൽ നാം അകപ്പെട്ടിട്ട് കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഇതാണ് ഇവിടെ യാക്കോബ് നമ്മുടെ മുമ്പാകെ തരുന്ന ഈ ദൃഷ്ടാന്തം. വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ വശീകരിക്കപ്പെടുന്ന പരീക്ഷകളാൽ കാലക്രമത്തിൽ അത് ദുഃഖവും ശിക്ഷയും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പല ദൃഷ്ടാന്തങ്ങളും തിരുവെഴുത്തിൽ അതിലേക്കുണ്ട്. ദൈവത്തിന്റെ ദാസനായ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട സഹോദരപുത്രനായ ലോത്ത് യോർദാൻ ഇക്കരെയുള്ള ദേശം വരെയും സമാധാനമായി അബ്രഹാമിന്റെ കൂടെ യാത്ര ചെയ്തു. എന്നാൽ യോർദാൻ ഇക്കരെയുള്ള മനോഹരമായ ദേശം സോദോം ഗൊമോറ പ്രദേശങ്ങൾ, ആ പ്രദേശത്തിന്റെ വർണ്ണന ഉൽപ്പത്തി പുസ്തകം എഴുതുന്നത് അത് വളരെ പച്ചപ്പ് ഉള്ളതും, അതായത് പുൽത്തുകടികൾ ധാരാളമുള്ളതും നീരോട്ടമുള്ളതുമായിരുന്നു. ആടുമാടുകളെ മേയ്ക്കാൻ ഏറ്റവും ഉത്തമമായ പ്രദേശം എന്ന് ലോത്ത് കണ്ടു. യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ ആ പ്രദേശത്തെക്കുറിച്ച് പിന്നീട് പറയുന്നത് അത് ആദിയിലെ ദൈവത്തിന്റെ ഏദൻ തോട്ടം പോലെ ആയിരുന്നു എന്നാണ്. വളരെ മനോഹരമായിരുന്നു അതിന്റെ ദൃശ്യമായിരുന്ന ഭംഗി. മെത്ത വിരിച്ചതുപോലെ പുൽമേടുകളാൽ അത് അലങ്കൃതമായിരുന്നു. ധാരാളം നീരുറവുണ്ടായിരുന്നു. അത് ലോത്ത് നോക്കി കണ്ടു എന്നാണ് വായിക്കുന്നത്. നോക്കി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴമായി ശ്രദ്ധിച്ച് നോക്കി, അതിനാൽ വശീകരിക്കപ്പെട്ടു എന്നാണ്. സോദോം ഗൊമോറയുടെ ബാഹ്യമായിരിക്കുന്ന പച്ചിപ്പും അവിടുത്തെ നീരോട്ടമുള്ള അനുഭവങ്ങളും അത് കണ്ടിട്ട് അതിൽ വശീകരിക്കപ്പെട്ടിട്ട് അവൻ പറയുകയാണ്, വാസ്തുവിൽ അവരുടെ ഭൃത്യന്മാരാ പറഞ്ഞവനല്ല, നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ടെ എന്ന് പറയാം. ശ്രദ്ധിക്കണം. അപ്പോൾ നീരോട്ടമുള്ള പ്രദേശവും പച്ചപ്പുള്ള പ്രദേശവും കൊണ്ട് വശീകരിക്കപ്പെട്ടു. വാസ്തവത്തിലെ ഈ മറഞ്ഞിരുന്ന ന്യായവിധി സോദോം ഗൊമോറ പട്ടണങ്ങളുടെ മേൽ, വർഷത്വം നിറഞ്ഞ പട്ടണത്തിന്റെ മേൽ പിന്നീട് വരേണ്ടിയിരുന്ന ദൈവത്തിന്റെ ഭയാനകമായ ന്യായവിധിയെ കവർ ചെയ്തിരുന്നത് മനോഹരമായ പച്ചിപ്പും നീരോട്ടവുമായിരുന്നു. അതിൽ മറഞ്ഞിരുന്ന ന്യായവിധിയെ കാണുവാൻ ലോത്തിന് സാധിച്ചില്ല. അബ്രഹാം പിന്നെയും കൂടാരം മാറ്റി മാറ്റി മുമ്പോട്ട് അടിച്ചുകൊണ്ടിരുന്നു. ചരിത്രം പറയുന്നത് ഈ പ്രദേശമാണ് പിന്നീട് വർഷത്വത്തിന് ദൈവം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പേയിച്ച് നശിപ്പിച്ച സോദോം ഗൊമോറ പട്ടണങ്ങൾ. ആ പട്ടണങ്ങൾ നാമാവിശേഷമായി. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി. ലോത്ത് തന്റെ പെൺമക്കളുമായി വിവാഹം ചെയ്യപ്പെടുന്ന ഭർത്താക്കന്മാരെ കൂട്ടാതെ പെൺമക്കളുമായി പലായനം ചെയ്തു. പിന്നീട് അവരുമായി ശയിച്ചു. രണ്ട് ശാപഗ്രസ്തരായ ജനറേഷൻ ഉണ്ടാകുവാൻ കാരണമായി തീർന്നു. നോട്ടം പിഴച്ചാൽ സകലതും പിഴച്ചു. വളരെ കരുത്തനായ ഒരു ആംഗലേയ വേദവ്യാഖ്യാതാവ് എഴുതിയിരിക്കുന്നത്, ലോത്ത് സോദോം ഗൊമോറ പ്രദേശങ്ങളെ ദൃശ്യമാനോഹരമായ ആടുമാടുകളെ മേയ്ക്കാൻ പറ്റിയ സുന്ദരമായ സ്ഥലമായി നോക്കിക്കണ്ടപ്പോൾ മക്കളെ വളർത്താൻ കൊള്ളാവുന്നതാണോ എന്ന് ആലോചിച്ചില്ല. ആടുമാടുകളെ വളർത്താൻ കൊള്ളാവുന്നതാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. അതുകൊണ്ട് പിന്നീട് മക്കൾ ആടുമാടുകളെ പോലെയായി എന്നാണ്. സുന്ദരമാകുന്ന ജീവിതം മോഹിച്ച്, ധനശേഷിയുള്ള ജീവിതം മോഹിച്ച്, ഭൂമിയിലെ സ്വർഗാവസ്ഥയുള്ള ജീവിത സാഹചര്യങ്ങളെ ആഗ്രഹിച്ച് അനേക രാജ്യങ്ങളിലേക്ക് കുടിയേറി തീർന്ന, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയ പല മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കൾ ഇന്ന് ലോത്ത് സോദോമിൽ പോയ അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. ചിലത് വിവാഹം കഴിച്ചിട്ടില്ല, ചിലർക്ക് വിവാഹം വേണ്ട, ചിലത് വിവാഹം കഴിച്ചത് ഡിസോൾഡ് ആയി കഴിഞ്ഞു. കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാത്ത, ഫാമിലി ജീവിതത്തിൽ വിശുദ്ധിയില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇഴുകിച്ചേർന്നു. ഇതെല്ലാം ന്യായവിധിയെ ക്ഷണിച്ചു വരുന്ന പാപങ്ങളാണ്. ക്ഷമിക്കുക സത്യം പറയുന്നതിൽ. ദാവീദ് തന്റെ അരമനയിൽ ഉലാവിക്കൊണ്ട് ഊരിയാവിന്റെ ഭാര്യ കുളിക്കുന്ന രംഗം നോക്കി കണ്ടതാണ് വാസ്തവത്തിൽ ഭയാനകമായ വ്യഭിചാരം എന്ന പാപം ചെയ്യുവാൻ കാരണമായി തീർന്നത്. പാപത്താൽ വശീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവളുടെ സൗന്ദര്യത്താൽ ആകർഷിതനായി തീർന്നു. അവളെ ക്ഷണിച്ചു വരുത്തി, അവളുമായി ശയിച്ചു. അതുമുതൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒന്ന്,
മഹാപാതകം എന്ന് പറയുന്ന വ്യഭിചാര കുറ്റം അവൻ ചെയ്തു. അതിൽ പിടിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. 2, തന്റെ ധീരന്മാരായ പോരാളികൾ ഒരാള് ഊരിയാവ് കൊല്ലപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. അതിനപ്പുറത്ത് തന്റെ ഏക മകളായ താമാർ വഷളായി തീർന്നു. നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ദാവീദിന്റെ ജീവിതത്തെ വേട്ടയാടുവാൻ ഇടയായി തീർന്നു. ഒരു വസ്തുത ഇവിടെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, പരീക്ഷകൾ എല്ലായ്പ്പോഴും നമ്മുടെ സ്വാഭാവികമായ ആഗ്രഹങ്ങളെ, ഇച്ഛാശക്തിയെ, ജഡിക വികാരങ്ങളെ ഉണർത്തുന്നതും അതിനെ പാപത്തിനായി ആകർഷിപ്പിക്കുന്നതുമാകുന്നു. അതിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ പലപ്പോഴും പാപത്തിൽ വീഴുന്ന ആളുകൾ ചിന്തിക്കാറില്ല. ഒരു മനുഷ്യന്റെ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ആകർഷനായി അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പിൻവരുന്ന ദൈവിക ന്യായവിധി എന്ന് പറയുന്ന ഹുക്കിനെ അവൻ കാണുന്നില്ല. താൽക്കാലികമായ ജഡിക ഉല്ലാസം മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. ലോത്ത് സോദോം ഗൊമോറയെ നോക്കുമ്പോൾ പിന്നീട് മക്കളുടെ മേൽ വരാൻ പോകുന്ന ശാപം, അല്ലെങ്കിൽ ഈ മക്കള് അപമര്യാദയായി ഏർപ്പെടുവാൻ പോകുന്ന രംഗം മറഞ്ഞിരിക്കുന്ന ആ ന്യായവിധിയെ ലോത്തിന് കാണാൻ സാധിച്ചില്ല. ഇത്ര ഭയാനകമായ വിഷയങ്ങൾ. ഇവിടെ ഞാൻ നിർത്തട്ടെ ഇന്നത്തെ ക്ലാസ്. പരീക്ഷകൾ വാസ്തവത്തിൽ സാത്താൻ കൊണ്ടിടുന്നതാണ്. പരിശോധനകൾ ദൈവം അനുവദിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തില് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതിന് പരിശുദ്ധാത്മാവ് അവനെ നടത്തിയെന്നാണ് മത്തായി 4-ലും ലൂക്കോസ് 4-ലും വായിക്കുന്നത്. പിശാച് നടത്തിയെന്ന് വായിക്കുന്നില്ല. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതിന് പരിശുദ്ധാത്മാവ് നടത്തി. 3 പ്രാവശ്യവും നമ്മുടെ കർത്താവ് ദൈവവചനം അതിന്റെ അടിസ്ഥാനത്തിലാണ് പിശാചിനോട് സംസാരിക്കുന്നത്. 3 വ്യത്യസ്ത തലങ്ങളിലുള്ള പരീക്ഷകളിലും ദൈവവചനം ഉരുവിട്ടുകൊണ്ടാണ് കർത്താവായ യേശു പിശാചിനെ എതിർപ്പെട്ടത്. പ്രിയമുള്ളവരെ, പാപം നമ്മെ ന്യായവിധിക്കായി ഒരുക്കുമ്പോൾ നമ്മുടെ ജഡിക വികാരങ്ങളെ ഉണർത്തുകയും പാപത്തിന്റെ മറഞ്ഞിരിക്കുന്ന ന്യായവിധിയെ നമ്മളെ ബോധ്യപ്പെടുത്താതെ പുറമേ ഉള്ള മനോഹരിതയിലേക്ക് നമ്മളെ ആകർഷിക്കുകയും ചെയ്യും. അതിന്റെ അനന്തമായ ഫലം ഭയാനകമായ ന്യായവിധിയാണ്. ദാവീദ് അങ്ങനെ പാപത്താൽ ആകർഷിക്കപ്പെട്ടവനായി തീർന്നു. ബത്സബയുമായി അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, വ്യഭിചാരം ചെയ്തു. അതുപോലെ തന്നെ അവന്റെ പടയാളികൾ കരുത്തനായ ഒരാൾ നഷ്ടമായി. അവന്റെ മകൾ തന്നെ വഴിവിട്ട ജീവിതത്തിലേക്ക് പോകേണ്ടതായി തീർന്നു. ലോത്ത് സോദോം ഗൊമോറ തിരഞ്ഞെടുത്തപ്പോൾ ആടുമാടുകളെ മേയ്ക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. മക്കളെ വളർത്താൻ കൊള്ളാവുന്നതാണോ എന്ന് നോക്കിയില്ല. ഒടുവിൽ മക്കൾ ആടുമാടുകളെ പോലെയായി. ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നാം ഭയപ്പെടണം. ഏത് പരീക്ഷയിലും മനോഹരമായ ഒന്ന് പുറത്തുണ്ട്. അകത്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ന്യായവിധിയുടെ ഒരു ചൂണ്ടയുമുണ്ട്. ആ ചൂണ്ട ഒരിക്കൽ ഉടക്കിയാൽ അത് പിന്നെ ഒരിക്കൽ നീങ്ങിപ്പോയില്ല. വ്യഭിചാരിയുടെ നിന്ന് നീങ്ങിപ്പോയില്ലെന്ന് സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ ഗൗരവതരമായ പാഠങ്ങളാണ് യാക്കോബ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഞാൻ നിർത്തട്ടെ, സമയം കടന്നു പോകുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ അടുത്ത ന്യായവിധിയുടെ ഘടകത്തെക്കുറിച്ച് ഞാൻ പറയാം. അതുവരെയും ഈ ചിന്തകൾ നിങ്ങളുടെ മനോമണ്ഡലത്തിൽ ദൈവഭയത്തോടുകൂടെ നമ്മെ തന്നെ പരിശോധന ചെയ്യുവാൻ ഉപകാരമാക്കി പരിശുദ്ധാത്മാവ് തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രോം ഇടയാറുമുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.